ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ പറയാണ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൽ വർഷയെ കാണാൻ വേണ്ടിയിട്ട് രേവതി ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. രേവതി എല്ലാ സത്യങ്ങളും വർഷയോട് തുറന്നു പറയാണല്ലോ. ആ സത്യങ്ങളെല്ലാം കേട്ട് ഷോക്കായിട്ടാണ് വർഷയ്ക്ക് രേവതി കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നെ അത്രയും അപമാനിച്ചുകൊണ്ടാണ് സച്ചേട്ടൻ അങ്ങനെ പ്രതികരിച്ച്. സച്ചേട്ടൻ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാണ് സച്ചേട്ടൻ ഫംഗ്ഷന് വന്നത്. ഇല്ലെങ്കിൽ സച്ചേട്ടൻ വരില്ലായിരുന്നു. നിങ്ങളെന്തായാലും വീട്ടിലേക്ക് വരണം. നിങ്ങൾ വരാതെ അച്ഛൻ ഭയങ്കര സങ്കടത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് വർഷ വീട്ടിലേക്ക് വരണം. നിങ്ങളില്ലാതെ വീട്ടിലൊരു സന്തോഷവും എന്നൊക്കെ പറയാണ് രേവതി. അങ്ങനെ പറയുമ്പോൾ വർഷയോട് പറയാണ്, എന്നെ അത്രയും അപമാനിച്ചതുകൊണ്ടാണ്. വർഷേനെ അപമാനിക്കണമെന്ന് വെച്ചാൽ ശ്രീകാന്ത് നോക്കി നിൽക്കുമോ, വർഷയെ അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് ഈ സമയത്ത് സച്ചി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ശ്രീകാന്തിനെ കാണാൻ നിൽക്കുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് സച്ചി കാണുമ്പോൾ വെയിറ്ററെ വിളിച്ചിട്ട് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട്, ഡീൽ ചെയ്യ് പറയണം. അപ്പോൾ സച്ചി ചോദിക്കും, നിനക്ക് ഞാൻ കസ്റ്റമറാണോ? നീ എന്താ വീട്ടിലേക്ക് വരാത്തെ? നീ ഭാര്യ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? നിനക്ക് ഇനി ഞങ്ങളൊന്നും വേണ്ടേ? ഭാര്യയും ഭാര്യ വീട്ടുകാരും മാത്രം മതി എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയോട് പറയുകയാണ് വെയിറ്റർ. സച്ചിയോട് പറയാണ്, അവൻ ഭാര്യ വീട്ടിലൊന്നല്ല ചേട്ടൻ താമസിക്കുന്നത്, അവൻ ഇവിടെ സ്റ്റോർ റൂമിലാണ് താമസിക്കുന്നത് പറയണം. അപ്പോൾ സച്ചിയെ സ്റ്റോർ റൂം കാണട്ടെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ സ്റ്റോർ റൂം ആകെ ഇടുങ്ങിയിട്ടുള്ള ഒരു സ്റ്റോർ റൂമിൽ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ 3-4 പേര് കിടക്കണ ഒരു ബെഡും കുറേ 3-4 ബെഡുകളും ചെറിയ ബെഡുകളും ഒക്കെ കണ്ടു. അവിടെയാണ് ശ്രീകാന്ത് താമസിക്കുന്നത്. സച്ചിക്ക് വിഷമമാണ്. സച്ചി പറയാണ്, ഇന്നൊരു കൊറിയർ വന്നപ്പോൾ നിന്നെ വിളിച്ചപ്പോൾ അച്ഛന് ഭയങ്കര വിഷമമായി, നീ ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ നീ എന്തായാലും വീട്ടിലേക്ക് വരണം ശ്രീകാന്ത്, നീ ഇല്ലാതെ വീട്ടിലൊരു സന്തോഷവും ഇല്ല. ഞാൻ അത്രയും പെരുമാറിയത് നീ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് മറ്റു സംഭവിച്ചതെല്ലാം സച്ചി ശ്രീകാന്തിനോട് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണ വർഷ വരുമോയെന്ന് എനിക്കറിയില്ല, വർഷ വരികയാണെങ്കിൽ ഞാൻ വരുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വരില്ല പറയണ ശ്രീകാന്ത്. അങ്ങനെ സച്ചി എന്തായാലും നീ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വർഷ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നീറ്റിട്ട് പറയണ, സാറേ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഡബ്ബ് ചെയ്യാന്ന് പറയുമ്പോൾ പറയണ, വർഷ ഓർഡർ ചെയ്യുമ്പോഴേക്കും ശ്രീകാന്ത് ഫുഡ് കൊണ്ടുവരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർഷയ്ക്ക് ഡബ്ബ് ചെയ്യാമല്ലോ, അതുകൊണ്ട് വർഷ ഡബ്ബ് ചെയ്തോളൂ പറയണം. അപ്പോൾ അല്ല സാർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായി, ശ്രീകാന്തിൻ്റെ ഏട്ടൻ സച്ചി എൻ്റെ അച്ഛനെ അടിച്ചു എന്നൊക്കെ പറയണം. വർഷ അതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയണം. അപ്പോൾ വർഷ പറയണം, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയണം. പിന്നെ ഈ സമയത്ത് രേവതിയുടെ വീട്ടിൽ പോയിക്കണു. രേവതിയുടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ രേവതിയുടെ അമ്മ പറയണു, നന്നായി ഉള്ളൂ സച്ചി അയാളെ അടിച്ചത്, ഒരു കണക്കിൽ നന്നായി, നിന്നെ അപമാനിച്ചിട്ടല്ലേ, നിൻ്റെ ഒപ്പം സച്ചി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ അതെന്നൊക്കെ പറയണം. അപ്പോൾ അത് കേട്ടിട്ട് രേവതിയുടെ അനിയൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ പറയാണ്, അദ്ദേഹത്തിന് അടിക്കേണ്ട ആവശ്യം എന്താ, പറഞ്ഞാൽ മതിയായിരുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നില്ല, അടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം തെമ്മാടിയാണല്ലോ, അപ്പോൾ ആ സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി കുറ്റം പറഞ്ഞു. സച്ചി കുറ്റം പറയുമ്പോൾ രേവതി